ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കും തണുപ്പ് കാലത്ത് ശരീരം മുഴുവൻ മൊരിച്ചിൽ, തൊലി പൊളിയൽ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. വരണ്ട ചർമ്മമുള്ളവർക്കാണ് തണുപ്പ് കാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാവുക. ചിലർക്ക് തണുപ്പ് കാലത്തല്ലാതെയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. വരണ്ട ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് മോയ്സ്ചറൈസിങ് ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ടും പ്രശ്നപരിഹാരം സാധിക്കുന്നില്ലെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞു നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു 2-2.5 ഗ്ലാസ് പാലെടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് കൂടി കുറഞ്ഞ തീയിൽ വയ്ക്കുക. പാല് നമുക്ക് പല രീതിയിലുള്ളത് കിട്ടും. അതായത് കൊഴുപ്പ് മാറ്റിയത് അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നല്ല ഒന്നാന്തരം പാല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാല് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് പാട വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കുക. നമ്മളിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് പാട വന്നിരിക്കുന്നത് നമുക്ക് കോരിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. നല്ല കൊഴുപ്പുള്ള പാലിലാണെങ്കിൽ അതനുസരിച്ചുള്ള പാൽപ്പാട നമുക്ക് കിട്ടും. കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് പാട മാറ്റിയ പാല് തന്നെയാണ് ഉത്തമം. അപ്പം നമുക്ക് ഈ പാല് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഈ പാൽപ്പാട നമുക്ക് ഒരല്പം എടുത്തിട്ട് മൊരിച്ചിലോ അല്ലെങ്കിൽ പൂപ്പൽ പോലെയും വരൾച്ചയുള്ളതുമായ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ചുണ്ടിലെ വരൾച്ച മാറ്റാനും പാൽപ്പാട നമുക്ക് പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളയാം. വരണ്ട ചർമ്മം മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒരിക്കലും സാധാരണ സോപ്പ് ഉപയോഗിക്കരുത്. ഏറ്റവും നല്ലത് ആയുർവേദിക് സോപ്പ് തന്നെയാണ്. സാധാരണ സോപ്പിൽ ധാരാളമായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇവ ചർമ്മം കൂടുതൽ വരണ്ടതാക്കി മാറ്റും. അതുപോലെ ചൂടുവെള്ളത്തിലെ കുളി ഒഴിവാക്കുക. ദാഹം തോന്നുന്നില്ലെങ്കിലും 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വരൾച്ച അകറ്റാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. ഫേസ് വാഷിന് പകരമായിട്ട് തൈരും അതുപോലെ ചെറുപയർ പൊടിയും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പാൽപ്പാടയിൽ അല്പം പച്ചമഞ്ഞൾ പൊടിച്ചതോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ ഒക്കെ ചേർത്ത് മുഖത്തിടുന്നത് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് നല്ല മാർഗ്ഗമാണ്. പാദങ്ങളിലെ മൊരിച്ചിൽ, വിണ്ടുകീറൽ ഇതൊക്കെ അകറ്റാനായിട്ട് റോസ് വാട്ടറും അതുപോലെ ഗ്ലിസറിനും കൂടി ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്ത ശേഷം കുളി കഴിഞ്ഞിട്ട് പാദങ്ങളിൽ പുരട്ടാം. നമുക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ രീതിയിൽ പുരട്ടിയ ശേഷം കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. രാവിലെ ഇത് കഴുകിക്കളയാം. പാദങ്ങളിൽ വിണ്ടുകീറലുള്ളവർ ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഷാമ്പൂ ചേർത്ത് പാദം അതിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഉരച്ച് കഴുകിയ ശേഷം വൃത്തിയുള്ള ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുക. അതിനുശേഷം ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് പുരട്ടുക. കാലിൽ ഒരുപാട് വിണ്ടുകീറലുള്ളവർ ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാമെന്ന് കരുതി കാല് ഉരച്ച് പൊട്ടിക്കരുത്. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒത്തിരി പേർക്ക് ചർമ്മം ചുവന്ന് തടിക്കുക, ചൊറിച്ചിലും നീറ്റലും ഉണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ സൺലൈറ്റ് അലർജി മൂലവും കാറ്റിൽ കൂടി വരുന്ന പൊടി മൂലമൊക്കെ അലർജി ഉണ്ടാകുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ മകനും ഇതുപോലെ ഫേസിലും അതുപോലെ ലിപ്സിലും ഒക്കെ ഒരുമാതിരി അലർജി പോലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തന്ന ക്രീമാണിത്. ഇത് ശരിക്കും അലോവേരയും വൈറ്റമിൻ ഇയും ചേർന്നുള്ള ഒരു ക്രീമാണ്. ഏകദേശം ഒരു 5 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഇത് ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനും വളരെ നല്ലത് തന്നെയാണിത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെറിയ വാക്കിലാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.